ഒരു ദിവസം രാത്രി വിളിച്ചിട്ട് എനിക്ക് ഇങ്ങനെ കരയുന്ന സൗണ്ട് മാത്രമേ ഞാൻ കേട്ടുള്ളൂ. ഓക്കെ. അപ്പൊ അവന് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ഓക്കെ. ഞാൻ വേഗം എന്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതല്ല അപ്പു ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്, എന്നാ കാര്യം എന്നറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പൂവൻ പറഞ്ഞു, എനിക്ക് എനിക്ക് ചേച്ചിയെ നിന്നെ കാണണം. അല്ല, എനിക്ക് ചേച്ചി എന്നൊന്നും എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. വിളിക്കില്ല. ഓ ഇല്ല ഇല്ല, എന്നെ വിളിച്ചിട്ടേ ഇല്ല. കാരണം അത് എനിക്കത് എന്താ പറയാ, എനിക്കത് അക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല അവനെ ചേച്ചി എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഓക്കെ. പറ്റത്തില്ല. വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ, എടി എനിക്ക് 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 ആരും ഇല്ല അച്ചു, എനിക്ക് എന്നെ എന്നെ കാണണം എന്നുള്ളൊരു കാര്യം അവൻ എന്നോട് അത്രേ പറഞ്ഞുള്ളൂ. അപ്പൊ ഇൻഡയറക്ട്ലി പറഞ്ഞതാണ് ആ യെസ്. കാണണമെന്ന്. അപ്പൊ എനിക്ക് ശരിക്കും ഞങ്ങൾ തമ്മിൽ അങ്ങനെ എന്താ പറയാ, ഒരുപാട് കെട്ടിപ്പിടിച്ചിരിക്കുകയോ അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ എനിക്ക് എന്താ അറിയില്ല. അപ്പൊ എനിക്ക് അപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അന്നേരം വലിയൊരു കാര്യം മനസ്സിലായി. എൻ്റെ ജീവിതത്തില് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ പപ്പയാണ് എൻ്റെ ഏറ്റവും വലിയ ബെസ്റ്റ്. എനിക്ക് അത് ഓക്കെ. എപ്പോഴും പറയാം. അതിനുശേഷം കിട്ടിയ ഒരു വ്യക്തിയാണ് ഈ ഇരിക്കുന്നത്. ഓക്കെ. സീരിയസ്ലി എനിക്ക് പപ്പയെ അതിനിടയ്ക്ക് ഈ വ്യക്തി എവിടെ വരും? അതാ അത് അത് അവൻ എനിക്ക് എപ്പോഴും ഞാൻ പറയട്ടെ, എനിക്ക് അവൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറുപ്പത്തിൽ കണക്ട് ചെയ്ത് എൻ്റെ ഒരു മോൻ. അല്ലെങ്കിൽ എനിക്ക് 3 ആൺകുട്ടികളാണുള്ളത് ഇപ്പോ. എനിക്ക് ആ ഒരു ഫീൽ അവനോട്. ഞാൻ കുറച്ച് സ്ട്രിക്റ്റും ആയിരുന്നു, ഓക്കെ അങ്ങനെയായിരുന്നു. പക്ഷെ അവന്റെ ആ കോളിലൂടെ എനിക്ക് മനസ്സിലായ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അവന് ഞാൻ വേണം. ഇനി ആരൊക്കെ ഉണ്ടെങ്കിലും ലൈഫിൽ, ആരൊക്കെ ഇല്ലേലും അവന് ഞാനാണ് വേണ്ടത് എന്ന് എനിക്ക് അവിടെ കണക്ട് ആയി. ഒരു 5 ഇയേഴ്സ് ബാക്കത്തെ സംഭവമാണിത്. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് ഞാൻ അവനെ കുറെ കൂടെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഓക്കെ. അവന് ഞാൻ വേണം എന്നുള്ളൊരു ഫീൽ എനിക്ക് മനസ്സിലായി. അവിടുന്ന് ഇങ്ങോട്ട് അവൻ എന്നെ മുറുക്കി പിടിച്ചതായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ അവൻ വീട്ടിൽ വന്നു. ആണോ? നെക്സ്റ്റ് ഡേ അവൻ വീട്ടിൽ വന്നു. ഞാൻ രാവിലെ നോക്കിയപ്പോ അവൻ വീട്ടിൽ വന്നു. വന്നു. അതെനിക്ക് വലിയ മിസ് സർപ്രൈസ് ചെയ്തോ ആയി. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞപ്പോ? അത് ഉറപ്പല്ലേ, നമ്മൾ കൂടെ ഒരാള് കുറെ നാൾ പെട്ടെന്നൊരു ദിവസം. പെട്ടെന്ന് ഒരു ആബ്സെൻസ് കാണുമ്പോഴത്തേക്കും ഓക്കെ. ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അളിയൻ അളിയൻ കോംബോ, അത് ഭയങ്കര രസമാണെന്ന് കേട്ടു. എന്താണ് ബ്രദർ ഇൻ ലോനെ കുറിച്ച് പറയാനുള്ളത്? എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ? അത് ലൈക്ക് എന്താ പറയാ, ഞങ്ങൾക്ക് ബോഡി ബിൽഡിങ് ഞങ്ങൾക്ക് കുറെ സിമിലർ ആയിട്ട് ജിം നടത്തും. ഞങ്ങൾ ടോക്സ് കൂടുതൽ അങ്ങനത്തെയാണ്. ബോഡി ബിൽഡിങ്, പഴയ ബോഡി ബിൽഡേഴ്സിനെ കുറിച്ച് സംസാരിക്കുക, ഫിറ്റ്നസിനെ കുറിച്ച് സംസാരിക്കുക. രണ്ടുപേരും ഭയങ്കര ഫിറ്റ്നസ് ക്രേസി ആണ് അല്ലേ? അപ്പൊ നിങ്ങൾ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടോ? ഇല്ല, എനിക്ക് നല്ല ബൈസെപ്സ് ഉണ്ട്, എനിക്ക് നല്ല ട്രൈസെപ്സ് ഉണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക്ഔട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ടോക്സ് ആണ് കൂടുതൽ ഞങ്ങള്. Talks പിന്നെ കൂടുതൽ. വണ്ടിയെ കുറിച്ച് സംസാരിക്കാറുണ്ട് അങ്ങനത്തെയൊക്കെ. അപ്പൊ ചേട്ടാ എന്ത് തോന്നി സൗണ്ട് എല്ലാം ഫസ്റ്റ് റണ്ണറപ്പ് വരെ എത്തിയിട്ട്? എയർപോർട്ടിൽ ആർത്ത് വിളിച്ചത് സൗണ്ട് എല്ലാം പോയിരിക്കുക. ആ ചേട്ടനുണ്ടായിരുന്നല്ലേ? എങ്ങനെയുണ്ട് ഈ അളിയൻ? എങ്ങനെയുണ്ട് അർജുൻ അളിയൻ? എങ്ങനെയുണ്ട്? സൂപ്പർ കൂൾ അല്ലേ? സൂപ്പർ കൂൾ ആണ്, ബെസ്റ്റ് അളിയൻ ഇൻ ദ വേൾഡ് അല്ലെ? ഭയങ്കര ഫോർച്ചുനേറ്റ് ആണ്. തീർച്ചയായിട്ടും. എന്ത് തോന്നി അങ്ങനെ ലാൽ സാറിന്റെ കൂടെ ആ ഒരു സ്റ്റേജ് ഷെയർ ചെയ്ത് നിന്ന് കണ്ടപ്പോ? പ്രൗഡ്. വിന്നർ ആയില്ല എന്ന് പറഞ്ഞ് സങ്കടം ഒരു ഉണ്ടായിരുന്നു? സങ്കടമില്ല. അതുവരെ എത്തിയില്ലേ അല്ലെ? 100 days സർവൈവ് ചെയ്യുന്ന ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല, വലിയൊരു കാര്യമാണ്. ശരി, നമ്മൾ ഇനിയിപ്പോ പ്രോജക്ട്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവല്ലേ? ഇനി പുതിയ അപ്കമിങ് പ്രോജക്ട്സിലൊക്കെ എന്താ പറയാ, മലയാളത്തിന് നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടൊരു ഹീറോ ആയിട്ട് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യാണ്. ശരിക്കും അർജുന്റെ മനസ്സിലുള്ള റോള് എങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം? എനിക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്യണം ഭയങ്കര ആഗ്രഹം. കൈൻഡ് ഓഫ് എല്ലാ ക്യാരക്ടേഴ്സ് എക്സ്പ്ലോർ ചെയ്യണം എനിക്ക്. പക്ഷെ ചില മൂവീസ് കാണുമ്പോൾ ഈ വില്ലന്മാരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അപ്പൊ അർജുന് വില്ലനായിട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അർജുനെ വില്ലനായിട്ട് കാണാൻ? ഇല്ല അല്ലേ?